പ്രതീക്ഷിക്കുമ്പോൾ ഇതുവരെ എൽ ഡി എഫിനെ മാത്രം ജയിപ്പിച്ച സീറ്റുകൾ വരെയും വീഴുകയാണോ, കുലുങ്ങുകയാണോ? ജനാധിപത്യത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ഏകാധിപത്യം നടപ്പാക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? അതിനുള്ള ഉത്തരമാണ് കണ്ണൂരിൽ കണ്ടത്. ഒരിക്കലും തകരില്ല എന്ന് കരുതിയ കോട്ടകൾ തകർന്നടിഞ്ഞു, മറ്റു ചില കോട്ടകൾ ആടിയുലഞ്ഞു. ഹലോ ഹലോ എൻ്റെ പുസ്തകത്തിന് നൽകിയ പേര് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്നതാണ്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമായി എന്നതാണ് ഈ വിജയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, വ്യക്തി താല്പര്യവും കുടുംബ താല്പര്യവും അഴിമതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ CPM-നകത്തുള്ള ആളുകളെല്ലാം എൻ്റെ കൂടെ ചേരുകയുണ്ടായി. 1.5 ലക്ഷത്തോളം വോട്ടിന് വിജയിച്ചിരുന്ന പയ്യന്നൂർ മണ്ഡലം അൻപേ പരാജയപ്പെട്ടു. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറിയുടെ സ്വന്തം നാട്ടിൽ തോൽവി രുചിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ തോൽവി മുന്നിൽ കണ്ടു. പിണറായി പിന്നിലാണ്, കണ്ണൂരിൽ ജയിച്ചാലും പിണറായി പിന്നിലാണ്. 5 റൗണ്ടിൽ ധർമ്മടത്ത് 5-ാം റൗണ്ടിലും പിണറായി പിന്നിലാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ആവർത്തിക്കുമ്പോഴും അതുണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു വോട്ടർമാർ. അതുമാത്രമല്ല, പിണറായി വിരുദ്ധ വികാരം കൂടി ഉണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു അവർ.